പുൽവാമ ആക്രമണം നടത്തിയതിന്റെ സൂത്രധാരൻ ആ ഭീകരൻ ഇപ്പോൾ എവിടെയാണ്? അയാളിപ്പോൾ ദൈവത്തിൻ്റെ അടുത്താണ്. അയാളുടെ വിശ്വാസപ്രകാരം അയാൾ തീവ്രവാദി ആയതുകൊണ്ട് സ്വർഗത്തിലെത്തുമെന്നല്ലേ. അപ്പം നമ്മുടെ സൈന്യത്തിന്റെ ജോലി എന്താണെന്നറിയാമോ? അവരെ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവർക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ സൈന്യത്തിനൊക്കെ സാധാരണഗതിയിൽ ഉള്ളത്. അത് ഭീകരവാദികളോടെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ഭീകരൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആരോ അജ്ഞാതനാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പുൽവാമ ആക്രമണം നടത്തിയ, അതായത് ഒരു കാർ നിറയെ RDX നിറച്ച് ആ ബോംബുണ്ടാക്കി വെച്ചിട്ട് ആ കാർ അതിവേഗത്തിൽ കൊണ്ടുവന്ന് CRPFിൻ്റെ വാഹന വ്യൂഹത്തിന് നേർക്ക് ഇടിച്ച് കയറ്റി. കശ്മീരിലെ പുൽവാമയിൽ അവന്തിപുരയ്ക്കടുത്തുള്ള പ്രദേശത്താണ് ഈ ആക്രമണം നടന്നത്. 40 CRPF ജവാന്മാരാണ് ഒറ്റ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ട് നമ്മൾ ബലാക്കോട്ട് അറ്റാക്ക് നടത്തി, കൃത്യമായ സർജിക്കൽ സ്ട്രൈക്ക് അറ്റാക്ക് നടത്തിയതൊക്കെ ആ സമയത്താണ്. അഭിനന്ദൻ വർത്തമാൻ ആക്രമണം നടത്തിയതൊക്കെ അപ്പോഴാണ്. ആ ഭീകരാക്രമണം പ്ലാൻ ചെയ്ത ഭീകരനാണ് ഹൻസ്ല അദ്നാൻ എന്ന് പറയുന്ന പേരിലുള്ള, അതായത് അദ്നാൻ അഹമ്മദ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇയാൾ കറാച്ചിയിൽ വെച്ച് ഹൻസ്ല അദ്നാൻ അഥവാ അദ്നാൻ അഹമ്മദ് കറാച്ചിയിൽ വെച്ച് ഇയാൾ അജ്ഞാതനാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അത് ഭീകരനായിട്ടുള്ള ഒരു ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരനാണ്. ഇയാളെ അജ്ഞാതനായിട്ടുള്ള ഒരാൾ വഴിയരികിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഷോട്ട് ഡെഡ് ആയിരുന്നു. 3-4 വെടിയുണ്ടകൾ തറച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി ആരാണ് വെടിവെച്ചത് എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ അജ്ഞാതന് ബിഗ് സല്യൂട്ട് കൊടുക്കണം നമ്മൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിലെ 40 CRPF ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേർക്കാണ് ഈ ഭീകരാക്രമണം നടത്തിയതെന്നാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ അധികം ഭീകരർ ഇതുപോലെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അജ്ഞാതൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്നറിയില്ല. ഇന്ത്യ ഒരിക്കലും പറയുന്നില്ല ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ആളാണ്. പക്ഷെ എന്തായാലും ഈ അജ്ഞാതൻ വളരെ നല്ല ആളാണ്. കാരണം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ഭീകരവർഗത്തെ കൊന്നു തള്ളുകയാണ് അജ്ഞാതൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. നിരവധി ഭീകരർ, അതായത് ഈ ഭീകരന്മാർക്കൊക്കെ വെളിയിലിറങ്ങാൻ ഭയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ആ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അജ്ഞാതൻ വന്ന് തീർത്ത് കളയും എന്നുള്ളതാണ്. അങ്ങനെ അജ്ഞാതന്മാർ നിരവധിയായിട്ട് ഇപ്പോൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിജ്ജാറിൻ്റെ കേസൊക്കെ നമുക്കറിയാമല്ലോ. ഒരു അജ്ഞാതനാണ് അവിടെയും വെടിവെച്ച് കൊന്ന ഈ ഖലിസ്ഥാൻ ഭീകരവാദികളെ ഒക്കെ തീർത്തു. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അജ്ഞാതന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. വരുന്നു, അടുത്തേക്ക് വരുന്നു, സാധാരണ വേഷത്തിൽ വരുന്നു, തോക്കെടുക്കുന്നു, 3-4 വെടി വയ്ക്കുന്നു, അയാൾ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കുന്നു. അവിടെ നിന്ന് ഈ അജ്ഞാതൻ സ്ഥലം വിടുന്നു, ബൈക്കിൽ കയറി പോകുന്നു. മിക്കവാറും ആ അജ്ഞാതനൊക്കെ അതത് പ്രദേശവാസികളായിരിക്കും, ആ പ്രദേശത്തുള്ള ഇല്ലെങ്കിൽ തദ്ദേശീയരായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ കറാച്ചിയിലാണെങ്കിൽ പാകിസ്ഥാനി ആയിട്ടുള്ള ഒരാളായിരിക്കും. ഈ പുൽവാമ നടന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നത് മോദിക്കെതിരെ വലിയ രീതിയിൽ അറ്റാക്ക് നടന്നു. കാരണം മോദി അല്ലെങ്കിൽ BJP ഭരണകൂടം ഇത് മനഃപൂർവ്വം ചെയ്യിച്ചതാണ്. അതായത് ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചൊരു ആക്രമണം ഉണ്ടാകുന്നു, അത് BJPക്ക് അനുകൂലമായി മാറ്റി തീർക്കാൻ വേണ്ടിയെന്നാണ് പ്രതിപക്ഷം യാതൊരു മര്യാദകളും നോക്കാതെയുള്ള ആരോപണങ്ങളൊക്കെ അഴിച്ചുവിട്ട ഒരു സംഭവമാണ്. അതെ എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇലക്ഷനും അടുക്കുമ്പോഴാണ് ഭീകരർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഈ പറയുന്ന മോദിയെ എതിർക്കുന്നവരുമായിട്ടുള്ള ഒരു അലയൻസ് ഉണ്ട് അവർക്ക്. ആ അന്തർധാര അവർ എന്തിനാണ് ഒരു കാരണം ഉണ്ടാക്കിയിട്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭീകരവാദ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് പറയാം ഇത് സർക്കാർ ഉണ്ടാക്കിയതാണ്. എത്ര ഭീകരമായിട്ടാണ്, എത്ര നികൃഷ്ട ജീവികളാണ് ഈ പറയുന്ന ഇവിടുത്തെ അന്തംഗമ്മികളും കോൺഗ്രസും ഒക്കെ എന്നുള്ളതാണ്. എത്ര നികൃഷ്ടമാണ് അവരുടെ വർത്തമാനം എന്ന്. എന്തിനേറെ പറയുന്നു, മുംബൈ ഭീകരാക്രമണം പോലും ഈ കസബിൻ്റെ കയ്യിൽ ഒരു ചുവന്ന ചരടുണ്ടായിരുന്നു. അത് ഹിന്ദുവിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അതായത് ഈ കസബ് എന്ന് പറയുന്ന ഭീകരൻ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അയാളെ കൊല്ലപ്പെടുകയായിരുന്നു. ഇയാൾ ആര് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർ ചെയ്യാനിരുന്നത് എന്ന് പറയുന്നത് ഇതൊരു ഹിന്ദു സംഘടന നടത്തിയ തീവ്രവാദി ആക്രമണമാണെന്ന് വരുത്തി തീർക്കുവർ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുവർ. ആ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരായ ഹിന്ദുത്വം വളരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ഭീകരവാദികളുമായിട്ട് ഇവിടുത്തെ ലെഫ്റ്റുകൾക്കും ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾക്കും ഒക്കെയുള്ള കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇവർ ഇത് പറയുന്നത് ഇത് സർക്കാർ ചെയ്തതാണെന്ന്. അത്രയേറെ നികൃഷ്ടമായിട്ടുള്ള വർത്തമാനം പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണ്. അതായത് നമ്മുടെ പഹൽഗാം ആക്രമണം ഉണ്ടായല്ലോ. പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ പോലും രാഹുൽ ഗാന്ധി എവിടെയാണ് സന്ദർശിച്ചത്? ഈ വീടുകളിലെങ്ങാനും പോയോ? അവർ കശ്മീരിയുടെ വീട്ടിൽ പോയി കൊല്ലപ്പെട്ട. അവിടെ ഈ മതം നോക്കി വെടിവെച്ച് കൊന്ന ഭീകരവാദികൾ എങ്ങനെയാണോ പെരുമാറിയത് അതേപോലെയാണ് രാഹുൽ ഗാന്ധിയും പെരുമാറുന്നത് എന്നുള്ളത് വ്യക്തമാണ്.
അല്ല, രാഹുൽ ചോദിച്ചത് മുഴുവനും പാകിസ്ഥാനിലെ എത്ര ഇത് നാശനഷ്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളതായിരുന്നു. അവിടത്തെ കാര്യം ഓർത്തിട്ടായിരുന്നു ആശങ്ക മുഴുവൻ. അതെ, എന്നിട്ട് നമ്മുടെ വിമാനങ്ങൾ എത്ര തകർന്നു എന്നും ചോദിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എടുത്തു. എന്തായാലും ഈ പറയുന്ന ഹൻസില അദ്നാനെ അജ്ഞാതൻ തീർത്തത് വളരെ നല്ല കാര്യമാണ്. അജ്ഞാതനെയാണ് നമ്മൾക്ക് അഭിനന്ദിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ ഇതിൽ വലിയ ദുഃഖിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഭീകരന്മാരെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഒരു ഭീകരൻ മരിക്കുമ്പോഴത്തേക്കും ഇവിടെ കണ്ണീരൊഴുക്കുന്നവരുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോഴത്തേക്കും അതിന് വിലാപയാത്ര നടത്തിയവരുണ്ട്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഭീകരനായിട്ടുള്ള അജ്മൽ കസബ് എന്ന് പറയുന്ന കൊടും ഭീകരൻ മരിച്ചപ്പോൾ മയ്യത്ത് നമസ്കാരം നടത്തിയില്ലേ? ഇവിടെ കേരളത്തിലടക്കം നടത്തിയില്ലേ? എന്തിനേറെ കമ്മ്യൂണിസ്റ്റുകളെ മുഴുവൻ കൊന്നൊടുക്കിയ ഈ പറയുന്ന ഭീകരനായിട്ടുള്ള ഈ നമ്മുടെ ഇറാഖിലെ ഭരണാധികാരി ഉണ്ടായിരുന്നല്ലോ, സദ്ദാം ഹുസൈൻ. ആ സദ്ദാം ഹുസൈന് വേണ്ടി പ്രകടനം നടത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഇനി അതെല്ലാം പോട്ടെ, അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനെ തുരത്താൻ വേണ്ടി വന്ന സംഘടനയാണ് താലിബാനും അൽഖയ്ദയൊക്കെ. അതിനെതിരെ അമേരിക്ക നടപടിയെടുത്തപ്പോൾ, അമേരിക്കയെ കൊണ്ടുവന്നത് വേറെ കാര്യം, അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഭീകര സംഘടനയ്ക്കെതിരെ അവസാനം അമേരിക്കയ്ക്ക് നടപടിയെടുക്കേണ്ടി വന്നപ്പോൾ അഫ്ഗാനിൽ യുദ്ധം ചെയ്യുന്നതിനെതിരെ പോലും ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽസ് എന്നാണ്. അപ്പോൾ അത്രയേറെ ഈ ഭീകരവാദത്തെ, ഭീകര മതത്തെ പിന്തുണയ്ക്കുന്നവരാണ് ഇവിടുത്തെ ചരിത്രകാരന്മാർ, ഇവിടുത്തെ ലെഫ്റ്റ് ലിബറലുകൾ, ഇവിടുത്തെ ഈ പറയുന്ന വലിയ പുരോഗമനം പറയുന്ന വാദികൾ. അർബൻ നക്സലുകളാണ് ഇവരെല്ലാവരും. ആ അർബൻ നക്സലുകളെല്ലാം ഈ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരാണ്. 40 CRPF കൊല്ലപ്പെട്ടതിൽ യാതൊരു ദുഃഖവുമില്ല. 40 ഭാരതത്തിൻ്റെ ഭടന്മാരാണ് കൊല്ലപ്പെട്ടത്. അതിന് യാതൊരു ദുഃഖവും ഇല്ലായിരുന്നു ഇവിടുത്തെ ഈ പറയുന്ന ലിബറലുകൾക്കെന്നുള്ളതാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത്, അവർക്കപ്പോൾ നമ്മൾ ഈ ഭീകരവാദമൊക്കെ നടക്കുമ്പോഴത്തേക്കുള്ള ഈ ബുദ്ധിജീവികളുടെ, നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ കൂടെയുള്ളവരുടെ സ്റ്റാറ്റസൊക്കെ ഒന്ന് നോക്കണം. ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് നടക്കുമ്പോഴാണ് ഇവരൊക്കെ ഇവരുടെയൊക്കെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒന്നുകിൽ കുളത്തിൻ്റെ മനോഹാരിത, ഇല്ലെങ്കിൽ പറവകൾ പറക്കുന്നു, ചിത്രശലഭം, തുമ്പി, വീട്ടിൽ വിരിഞ്ഞ പൂവ്, ഇന്നലെ കഴിച്ച പഴങ്കഞ്ഞി, ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ആയിരിക്കും ഇവരിടുന്നത്. പക്ഷെ അതല്ലാതെ ഇവർക്ക് ആ ഭീകരവാദികളെ വിമർശിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരായിട്ട് ഒരു പോസ്റ്റും ഇടില്ല. ഒരു കാണ്ടം എഴുതും. മനസ്സിലായില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ആൾക്കാർ, അവിടെ ഗോവിനെ ആരാധിക്കുന്ന ആൾക്കാർ ഗോവിനെ കടത്തിക്കൊണ്ട് പോകുന്നതിനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവർ പോസ്റ്റ് ഇടും. ഇവർ ഈ ഗോവിനെ കൊല്ലുന്നതിനെ, പശുവിനെ കൊല്ലുന്നതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പോസ്റ്റ് ഇടും. ഇവരപ്പോൾ കൊണ്ടിളകും, ഹാലിളകി വരും. അങ്ങനത്തെ ഭ്രാന്തൻ കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ള ലിബറൽസ്, അർബൻ നക്സലുകൾ എന്നൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭ്രാന്തൻ കൂട്ടമാണ്. അവർക്ക് ഈ പറയുന്ന ഹൻസില അദ്നാനെ അജ്ഞാതം തട്ടിയതിൽ വലിയ ദുഃഖമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും കറാച്ചിയിൽ വെച്ചിട്ട് ഈ ഭീകരനെ വധിച്ചിരിക്കുന്നു. നമ്മുടെ 40 ജവാന്മാരുടെ ആത്മാക്കൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ടാകും. ഒരു ഭീകരനെ തുടച്ചു നീക്കാൻ കഴിഞ്ഞതോർത്ത് സന്തോഷിക്കുന്നുണ്ടാവും. ഈ പറയുന്ന ഭീകരവാദത്തിൻ്റെ വേരറുക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. പക്ഷേ ഈ അജ്ഞാതൻ ഇന്ത്യയുടെ ഭാഗമാണെന്നോ ഇന്ത്യ അയച്ചതാണെന്നോ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളും അതൊരിക്കലും പറയില്ല. കാരണം അത്തരത്തിൽ ഒരു സ്ഥിരീകരണമില്ല എന്നുള്ളതാണ്. ഇന്ത്യ അങ്ങനെ ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറി ഒരു ആക്രമണം നടത്തുന്ന രാജ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ തന്നെ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ശക്തികൾ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണമല്ലോ സമാധാനമായിട്ടുള്ള ജീവിതം. അതിന് വേണ്ടിയിട്ട് ഈ ജയ്ഷെ മുഹമ്മദ് ഭീകരന്മാരെയൊക്കെ ഒതുക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ് എന്നുള്ളതാണ്. എന്തായാലും ഹൻസില അദ്നാനെ കാച്ചിയ അജ്ഞാതന് ബിഗ് സല്യൂട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. നമ്മുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക. അവിടെ ഇന്ത്യ ലൈവിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കും. വീഡിയോകളിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.